വ്യക്തിവിരോധം തീർക്കാനും കുടുംബതർക്കത്തിന്റെ പക വീട്ടാനും പീഡനക്കേസും കള്ളക്കേസുമൊക്കെ കൊടുത്ത് നിരപരാധികളെ വേട്ടയാടുന്ന സംഭവങ്ങൾ കേൾക്കാറുണ്ട്. ചിലരെ നശിപ്പിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടത്തും. സ്ത്രീകളെ രംഗത്തിറക്കി ഹണി ട്രാപ്പിലൂടെ കെണിയൊരുക്കി ചിലപ്പോൾ പ്രതികാരം തീർക്കും. മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്നവരെ പോലും ഇതുപോലുള്ള വ്യാജ കേസുകളിൽ കുടുക്കുന്നത് അങ്ങേയറ്റം ക്രൂരതയല്ലേ? തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരിക്കെതിരായ പീഡനക്കേസ് ഒരു വിഭാഗം വിശ്വാസി സമൂഹത്തെ മുറിവേൽപ്പിച്ചതാണ്. പൂജാരി അരുണിനെ ബംഗളൂരു പോലീസ് പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തത് ഹണി ട്രാപ്പിന്റെ ഭാഗമാണോ? തന്ത്രി ഉണ്ണി ദാമോദരൻ കൂടി പ്രതിയായ കേസിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളും കാരണമായോ? കർണാടക പോലീസ് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റിലായ പീഡനക്കേസിന് പിന്നാലെ പല സംശയങ്ങളും ഉയർന്നതാണ്. കർണാടക സ്വദേശിനിയായ വീട്ടമ്മയും അറസ്റ്റിലായ പൂജാരി അരുണും തമ്മിലുള്ള ഫോൺ സംഭാഷണവും വാട്സാപ്പ് ചാറ്റുകളും ബോധപൂർവം കുടുക്കാനുള്ള നീക്കമായിരുന്നു. ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മക്കൾക്കുമുണ്ടായിരുന്ന മുൻ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നും ക്ഷേത്ര പൂജാരിയായ അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കുകയായിരുന്നുവെന്നുമാണ് ആരോപണം. തന്ത്രി ഉണ്ണി ദാമോദരനെതിരായ കർണാടക പോലീസിന്റെ നടപടിക്കെതിരെ കുടുംബം രംഗത്തെത്തി. ഉണ്ണി ദാമോദരൻ നിരപരാധിയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബംഗളൂരു പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും മകൾ ഉണ്ണിമായ ആരോപിച്ചു. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രിയുടെ മകളുടെ ഭർത്താവായ അരുണിനെ ഹണി ട്രാപ്പിൽ കൊടുക്കുകയായിരുന്നെന്നാണ് ആരോപണം. കേസിൽ തന്ത്രി ഉണ്ണി ദാമോദരനെയും ബംഗളൂരു പോലീസ് പ്രതി ചേർത്തിരുന്നു. സഹോദരന്റെ മക്കളായ പ്രവീണും ശ്രീരാഗും കാശിനാഥനും ചേർന്ന് തന്റെ പിതാവിനെതിരെ നടത്തിയ ഗൂഢാലോചനയാണ് പീഡനക്കേസ് എന്ന് ഉണ്ണിമായ ആരോപിച്ചു. പ്രവീണിന്റെ പെൺസുഹൃത്താണ് പരാതിക്കാരിയായ സ്ത്രീ. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ അറിഞ്ഞത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് തന്നെയുണ്ട്. അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും പെട്ടുപോയിട്ടുണ്ട് ഹണി ട്രാപ്പിൽ. കേരളത്തിലെ പോലീസിനോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, ഇതിന് പിന്നിലെ സത്യം കണ്ടുപിടിക്കണം. കർണാടകയിലെ യുവതി പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയെന്ന് പറയുന്ന ദിവസം യുവതിയും 3 സ്ത്രീകളും വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഉണ്ണി ദാമോദരന്റെ സഹോദരങ്ങൾ ക്ഷേത്രഭരണം നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയിരുന്നു. കൂടാതെ ഇദ്ദേഹത്തെ വധിക്കാൻ പദ്ധതിയിടുകയും ക്ഷേത്ര ഭണ്ഡാരവും വസ്തുക്കളും കൊള്ളയടിക്കുകയും ചെയ്തതായും ഉണ്ണിമായ ആരോപിച്ചു. ഇതിൽ ഇവർക്കെതിരെ കേസ് നിലനിൽക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിലാണ് തന്റെ സഹോദരിയുടെ ഭർത്താവിനെ പീഡനക്കേസിൽ കുടുക്കിയതെന്നും കേസിൽ അച്ഛനെയും ഉൾപ്പെടുത്തി ക്ഷേത്രത്തിന് കളങ്കം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉണ്ണിമായ ആരോപിക്കുന്നത്. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ദേവസ്ഥാനം ക്ഷേത്രത്തിന്റെ കീഴിൽ ആരംഭിക്കാനിരിക്കുന്ന സൗജന്യ ഡയാലിസിസ് കേന്ദ്രവും ജീവകാരുണ്യ പ്രവർത്തനവും അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഉണ്ണി ദാമോദരനും ഭക്തരും ചേർന്ന് സഹോദരന്റെ മക്കളെ പുറത്താക്കിയതെന്നും യുവതി പറയുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് ലേറ്റ് ബ്രഹ്മശ്രീ KV ദാമോദരൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ 101ാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെൻറ്റർ പെരിങ്ങോട്ടുകരയിൽ ക്ഷേത്രത്തിൻ്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ക്ഷേത്രത്തിൻ്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. കേസിനെ തുടർന്ന് അച്ഛൻ എവിടെയാണെന്നറിയില്ല. ഇക്കാര്യം കാട്ടി അമ്മ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ഉണ്ണിമായ പറഞ്ഞു. ബലന്തൂർ പോലീസ് എന്നോട് സമ്മതിച്ചതാണ്. ഇത് ട്രാപ്പാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടീസിന്റെ പ്ലേ ആണ്, നിങ്ങളുടെ അച്ഛനെ റിലീസ് ചെയ്യണമെങ്കിൽ 2 കോടി രൂപ വേണം എന്ന് എന്നോട് സമ്മതിച്ചതാണ്. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് അന്വേഷണ സംഘത്തിന് കൊടുക്കും. കഴിഞ്ഞ ദിവസമാണ് പൂജ നടത്താനെത്തിയ കർണാടക സ്വദേശിനിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ തന്ത്രിയുടെ മരുമകൻ അരുണിനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ പോയ തന്ത്രി ഉണ്ണി ദാമോദരനായി അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഒരാണും പെണ്ണും തമ്മിൽ തനിച്ചിരുന്ന് സംസാരിച്ചാൽ
അതിനെ ദുഷിച്ച കണ്ണോടുകൂടി കാണുന്ന ചില മനുഷ്യരുണ്ട്. പിന്നെ അവർക്കെതിരെ പല കള്ളക്കഥകളും പ്രചരിപ്പിക്കും. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയും യുവാവും കാറിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് നാട്ടുകാർ കാണാനിടയായി. അതോടെ സദാചാര ഗുണ്ടകളിൽ നിന്ന് ആ യുവതിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ അപമാനവും പരസ്യ വിചാരണയുമാണ്. ആൾക്കൂട്ട വിചാരണയിൽ മനസ്സ് തളർന്ന കൂത്തുപറമ്പ് സ്വദേശിനി റസീന ഒടുവിൽ ആത്മഹത്യ ചെയ്തു. ഒരു സംഘം SDPI പ്രവർത്തകരിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ 3 SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൂത്തുപറമ്പ് കായലോട് പറമ്പായിലാണ് സദാചാര ഗുണ്ടകളുടെ വിചാരണയിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കിയത്. കായലോട് പറമ്പായിലെ റസീന മനസ്സിലിൽ റസീനയെ ചൊവ്വാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 3 SDPI പ്രവർത്തകരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പറമ്പായി സ്വദേശികളായ MC മനസ്സിലിൽ, VC മുബഷീർ, കണിയാൻ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻ കണ്ടി ഹൗസിൽ VK റഹനാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 3 കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന ആൺ സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തിരുന്നു. സദാചാര ഗുണ്ടകളുടെ ഏറെ നേരം നീണ്ട വിചാരണക്കൊടുവിൽ യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. യുവാവിനെ സമീപമുള്ള മൈതാനത്തും SDPI ഓഫീസിലും എത്തിച്ച് 5 മണിക്കൂറോളം വീണ്ടും വിചാരണ ചെയ്തെന്നാണ് പരാതി. ഇതിനിടയിൽ യുവാവിനെ സംഘം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതര മതസ്ഥനായ യുവാവിനൊപ്പം സംസാരിച്ചതിനാണ് യുവതിക്ക് ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വന്നത്. മയ്യൽ സ്വദേശിയായ യുവാവിന്റെ മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് രാത്രിയോടെയാണ് പറമ്പായിലെ SDPI ഓഫീസിലെത്തിച്ചത്. തുടർന്ന് ഇരുവരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തുകയായിരുന്നു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും CI N അജീഷ് കുമാർ പറഞ്ഞു. SI BS ബാബിഷിനാണ് അന്വേഷണ ചുമതല. തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തേണ്ടവരാണ് അധ്യാപകർ. പഠനത്തിനപ്പുറം അവർക്ക് ദിശാബോധം നൽകേണ്ടവർ. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ഇരുട്ടിലാക്കുന്ന ചില അധ്യാപകരുമുണ്ട് നമ്മുടെ ഇടയിൽ. കണ്ണൂരിൽ ഗവേഷണ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത് ഒരു അധ്യാപകനാണ്. കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപകനും കുറ്റ്യാടി സ്വദേശിയുമായ KK കുഞ്ഞഹമ്മദിനെ ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്തൃമതിയായ വിദ്യാർത്ഥിനിയെ ഓഫീസിൽ വെച്ചും ഹോട്ടൽ മുറിയിലെത്തിച്ചും ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് നടപടി. മാർച്ച് 7, 8, 14 തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം. പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ബലാത്സംഗം ചെയ്തെന്നാണ് ഭർത്തൃമതിയായ വിദ്യാർത്ഥിനിയുടെ പരാതി. യുവതി നേരിട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് അധ്യാപകനെതിരെ കേസെടുത്തത്. പ്രതി വടകര കുറ്റ്യാടി സ്വദേശി 59-കാരനായ K കുഞ്ഞഹമ്മദിനെ ധർമ്മടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്.
ഗവേഷക വിദ്യാർത്ഥിനിയാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. വിദ്യാർത്ഥിനിയെ അധ്യാപകന്റെ ചേംബറിലും തലശ്ശേരിയിലെ ലോഡ്ജിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ കുഞ്ഞഹമ്മദിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. സ്വന്തം കുഞ്ഞിനെ നിലത്തെറിഞ്ഞ് കൊലപ്പെടുത്തുന്നവരെ അമ്മയെന്ന് എങ്ങനെ വിളിക്കാൻ കഴിയും? അത്രയ്ക്കും മനസ്സാക്ഷി മരവിച്ചവളായി ഒരു സ്ത്രീക്ക് പെരുമാറാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ അമ്മ കൊലപ്പെടുത്തിയ കേസിനെ കുറിച്ച് അറിഞ്ഞാൽ ഉള്ളു പിടയും. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ച് മരിച്ചെന്നാണ് അവിവാഹിതയായ യുവതിയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 21-കാരിക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തും. കഴിഞ്ഞ ദിവസം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തലക്കേറ്റ ക്ഷതമാണ് കുഞ്ഞു മരിക്കാൻ കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മെഴുവേലിയിൽ ആളൊഴിഞ്ഞ പുരയിടത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മെഴുവേലി സ്വദേശിയും അവിവാഹിതയുമായ യുവതിയുടെ കുഞ്ഞാണിതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. നവജാത ശിശുവിന്റെ മരണം തലക്കേറ്റ ക്ഷതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇതോടെയാണ് കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ തീരുമാനിച്ചത്. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴാണ് തലയ്ക്ക് ക്ഷതമേറ്റത്. വീട്ടിലെ ശുചിമുറിയിലാണ് യുവതി പ്രസവിച്ചത്. തുടർന്ന് വീട്ടുകാർ അറിയാതെ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു. രക്തസ്രാവത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് യുവതി പ്രസവിച്ചതായി ഡോക്ടർമാർ കണ്ടെത്തിയത്. ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കാമുകനാണ് ഗർഭത്തിന് ഉത്തരവാദിയെന്ന് ബിരുദ വിദ്യാർത്ഥിനി കൂടിയായ യുവതി പോലീസിൽ മൊഴി നൽകിയിരുന്നു. ഇയാളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 പത്തനംതിട്ട. ഒരു കൊടും ക്രിമിനലാണ് ഇടുക്കി പാറത്തോട് സ്വദേശി ആനന്ദ് രാജ്. സ്വന്തം അച്ഛനെ പോലും കൊലപ്പെടുത്തിയവൻ. പിതാവിനെ കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ആനന്ദ് രാജ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പിടിയിലായി. ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്നാണ് പ്രതി അറസ്റ്റിലായത്. നേരത്തെ ഒളിവിൽ കഴിയവേ നാട്ടിലെത്തിയ പ്രതി അയൽവാസിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം വീണ്ടും ഒളിവിൽ പോവുകയായിരുന്നു. ഒരു ബലാത്സംഗ കേസിലും പ്രതിയാണ് ആനന്ദ് രാജ്. പാറത്തോട് ശിങ്കാരിക്കണ്ടം സ്വദേശിയായ ആനന്ദ് രാജ് 2015-ലാണ് പിതാവ് കറുപ്പയ്യയെ തലക്കടിച്ചു കൊന്നത്. ജയിലിലായ പ്രതിക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. ജാമ്യത്തിലിറങ്ങിയ ഇയാൾ തമിഴ്നാട്ടിലേക്ക് മുങ്ങി. ഇടയ്ക്കിടെ നാട്ടിലെത്തിയിരുന്ന ആനന്ദ് രാജ് വീണ്ടും പല കുറ്റകൃത്യങ്ങളും നടത്തി. 2018-ൽ ഒരു ബലാത്സംഗ കേസിലും ഇയാൾ പ്രതിയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാട്ടിലെത്തിയ ആനന്ദ് രാജ് അയൽവാസിയായ ഈശ്വരനെ വീട്ടിൽ കയറി കുത്തിയ ശേഷം വീണ്ടും ഒളിവിൽ പോവുകയായിരുന്നു. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ കറങ്ങിയ ഇയാളെ തേനിക്ക് സമീപത്ത് നിന്നാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത്. അയൽവാസിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം പ്രതിയുടെ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 ഇടുക്കി. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തുന്ന അവകാശ പോരാട്ടങ്ങൾ പലപ്പോഴും സമൂഹത്തിന്റെ സജീവ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസിനെതിരെ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. കൊട്ടാരക്കര CIക്കും വനിതാ പോലീസുകാരിക്കും ചില പ്രതിഷേധക്കാർക്കും സംഘർഷത്തിനിടെ പരിക്കേറ്റു. 2021-ൽ കൊട്ടാരക്കരയിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയ കേസിൽ 6 ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിൽ വാറന്റായതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധ സമരം. സംഭവം കള്ളക്കേസെന്നാണ് സമരക്കാരുടെ ആരോപണം.
എന്നാൽ ട്രാൻസ്ജെൻഡേഴ്സ് നാട്ടുകാരെ ആക്രമിച്ചെന്നും ആക്ഷേപമുണ്ട്. പുലമണ്ണിൽ നിന്നും മുദ്രാവാക്യങ്ങൾ മുഴക്കി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസുകാർ ചേർന്ന് ഗേറ്റ് അടച്ച് തടഞ്ഞു. ഉന്തിലും തള്ളിലും ഒരു പോലീസുകാരന്റെ കൈവിരലിന് പരിക്കേറ്റു. തുടർന്ന് സമരക്കാർ SP ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് ഇവരെ വഴിയിൽ തടയുകയും 3 പേരെ മാത്രം SP ഓഫീസിലേക്ക് കടത്തിവിടുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായ സമരക്കാർ നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 2021 പോലീസ് വാഹനം തടഞ്ഞ് അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞിട്ടാണ് ഒരു കേസ് കോടതിയിൽ പോയേക്കുന്നത്. ഈ കേസിനെ പറ്റിയുള്ള വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ കേസിന് ഞങ്ങളെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സമൻസ് വന്നപ്പോഴാണ് 7 പേരുടെ പേര് കള്ളക്കേസാണെന്ന് മനസ്സിലായത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമരം മൂലം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. ഇത് ചോദ്യം ചെയ്ത ബൈക്ക് യാത്രികനെതിരെ അക്രമത്തിന് തുനിഞ്ഞതോടെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡ് ഉപരോധിച്ച ട്രാൻസ്ജെൻഡറുകൾ പോലീസിന് നേരെ വസ്ത്രമുരിഞ്ഞ് പ്രതിഷേധിക്കുകയും സോഡാ കുപ്പിയെടുത്ത് എറിയുകയും ചെയ്തു. കൊട്ടാരക്കര CI ജയകൃഷ്ണന്റെ നെറ്റിക്ക് മുറിവേറ്റു. ലാത്തി വലിച്ചൂരി വനിതാ പോലീസിനെയും ഇവർ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസ് സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 2021 വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും കൊട്ടാരക്കര പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തെന്നാരോപിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ 6 പേർക്കെതിരെ വാറണ്ടായതോടെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. അവരുടെ ഭാഗത്തുള്ള സമരം അവരത് ന്യായമായ സമരമാണെന്നുണ്ടെങ്കിൽ അത് അവർ സമരം ചെയ്തു പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. മറിച്ച് സമരവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, നമ്മൾ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇടപെടുന്നതിന് കാരണമായത് ഒന്ന്, അവർ ക്രൂരമായി പോലീസിനെ മർദ്ദിക്കാൻ തുടങ്ങി. അവരുടെ ശാരീരിക സ്ഥിതി ഇവിടുത്തെ ലേഡീസുമായി ബന്ധപ്പെട്ടുള്ളതല്ല, പുരുഷനോളം സമമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, അവർ വസ്ത്രം അഴിച്ചു. അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ കൊണ്ടുപോയതിനോട് നമുക്ക് യോജിപ്പാം. പക്ഷേ അവരുടെ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ നമ്മൾ അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഭാരതത്തിലുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിട്ട് അത് നൽകുന്നുള്ള. ന്യൂസ് 18 കൊട്ടാരക്കര. കോടതി വളപ്പിലെത്തിയാൽ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന ചില അഭിഭാഷകരെ കാണാം. പൊതുജനങ്ങൾക്ക് നിയമസഹായം നൽകേണ്ടവർ നിയമം കയ്യിലെടുക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? കൊല്ലം സിവിൽ സ്റ്റേഷൻ വളപ്പിൽ കഴിഞ്ഞ ദിവസം അഭിഭാഷകരും കാറിലെത്തിയ 2 പേരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച? മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് കാറിൽ വന്നവരെ അഭിഭാഷകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കാർ യാത്രക്കാരായ യുവതിയെയും ബന്ധുവിനെയുമാണ്. കടക്കൽ സ്വദേശിനി ഷമീന, ബന്ധുവായ പള്ളിക്കൽ സ്വദേശി സിദ്ദിഖ് എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം ഇവരെ മർദ്ദിച്ച അഭിഭാഷകൻ കൃഷ്ണകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തെങ്കിലും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സിവിൽ സ്റ്റേഷൻ സമുച്ചയത്തിലെ ഗതാഗത വകുപ്പ് ഓഫീസിൽ പണം അടയ്ക്കാനെത്തിയതായിരുന്നു കടക്കൽ സ്വദേശി ഷമീനയും ബന്ധുവായ സിദ്ദിഖും. പണമടച്ചു പുറത്തിറങ്ങിയപ്പോൾ വാഹനമെടുക്കാൻ കഴിയാത്ത നിലയിൽ കുറുകെ അഭിഭാഷകൻ കാർ പാർക്ക് ചെയ്തിരുന്നു. ഈ കാർ മാറ്റിയിടാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് വലിയ സംഘർഷത്തിൽ കലാശിച്ചത്. സിദ്ദിഖ് പിടിച്ചുവലിക്കുന്നതും ഇതിൽ പ്രകോപിതനായ അഭിഭാഷകൻ ഇയാളുടെ കരഞ്ഞത്തടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് ഇരുകൂട്ടരുമായി കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു.
അഭിഭാഷകരെത്തി സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് ഷമീനയുടെ പരാതി. മർദ്ദനത്തിൽ സിദ്ദിഖിനും ഷമീനയ്ക്കും പരുക്കേറ്റിരുന്നു. തുടർന്നിവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അഭിഭാഷകൻ കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇവർ റിമാൻഡിലാണ്. കോടതിയിൽ കേസിന് ഹാജരായ ശേഷം പുറത്തേക്കിറങ്ങി കാർ എടുത്തുമാറ്റാൻ ശ്രമിച്ച സിദ്ദിഖും ഷമീനയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. കോട്ടിൽ പിടിച്ചുവലിക്കുകയും ഇടത് കണ്ണിലും വയറ്റിലും ഇടിക്കുകയും ചെയ്തതായും സ്ത്രീ ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. കൃഷ്ണകുമാറും കണ്ടാലറിയാവുന്ന മറ്റു പ്രതികളും സംഘം ചേർന്ന് സിദ്ദിഖിനെ ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയതുമായാണ് ഷമീന നൽകിയ പരാതിയിലെ എഫ്ഐആറിൽ പറയുന്നത്. പിടിച്ചുമാറ്റാനായി ശ്രമിച്ച ഷമീനയെ തള്ളിയിട്ട് ആക്രമിച്ചതായും കാറിന് കേടുപാടുകൾ വരുത്തിയതായും എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിനെതിരെയും കേസെടുത്തെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നിരവധി പേർ എത്തുന്ന സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നു. അതേസമയം അഭിഭാഷകനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച കോടതി നടപടികളിൽ നിന്ന് അഭിഭാഷകർ വിട്ടുനിന്നു. ന്യൂസ് 18 കൊല്ലം. കച്ചവട സ്ഥാപനങ്ങളിലെത്തി ഭീഷണിപ്പെടുത്തി പണപ്പിരിവ് നടത്തുന്ന ഗുണ്ടകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. തിരുവനന്തപുരം കഠിനംകുളത്ത് കോഴിക്കടയിൽ വന്ന് വെട്ടുകത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഗുണ്ടാപ്പിരിവ് വാങ്ങിയ സുഹൈൽ നാട്ടുകാർക്കെല്ലാം പൊതുശല്യമാണ്. കഴിഞ്ഞ ദിവസം കടയിലെത്തിയ ഇയാൾ 5000 രൂപ വാങ്ങിയ ശേഷം വീട്ടമ്മയുടെ മാലയും കവർന്ന് കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പുതുക്കുറിച്ചി സ്വദേശി സുഹൈലിനെ കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കടലിൽ വെച്ച് സാഹസികമായി പിടികൂടി. വൈകുന്നേരം 4 മണിയോടെയാണ് പുതുക്കുറിച്ചി സ്വദേശി സുഹൈൽ ഖനി പുതുക്കുറിച്ചിയിലെ ചിക്കൻ സ്റ്റാളിലെത്തി വെട്ടുകത്തി കാട്ടി ഭീഷണിപ്പെടുത്തി 5000 രൂപ പിടിച്ചു വാങ്ങിയത്. കടയുടമ ഇക്കാര്യം കഠിനംകുളം പോലീസിൽ അറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് സുഹൈലിനെ അന്വേഷിക്കുന്നതിനിടെ ഇയാൾ കടപ്പുറത്തിനു സമീപം സ്വന്തം വീടിനടുത്ത് നിൽക്കുകയായിരുന്ന ജുബൈറ എന്ന വീട്ടമ്മയുടെ സ്വർണ്ണമാലയും കവർന്ന് ഓടുകയായിരുന്നു. വീട്ടമ്മയുടെ നിലവിളി കേട്ട നാട്ടുകാരും പോലീസും പിടിക്കാനെത്തിയപ്പോൾ സുഹൈൽ ഓടി കടലിൽ ചാടി. ഇതോടെ കഠിനംകുളം പോലീസ് അറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസും സംഭവസ്ഥലത്തെത്തി. 1 കിലോമീറ്ററോളം കടലിൽ നീന്തിയ പ്രതിയെ 1.5 മണിക്കൂറിന് ശേഷം സാഹസികമായാണ് മത്സ്യത്തൊഴിലാളികളും പോലീസും ചേർന്ന് പിടികൂടിയത്. ഏഴ് കേസുകൾ ഇയാൾക്കെതിരെ കഠിനംകുളം സ്റ്റേഷനിൽ മാത്രമുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ അടിപിടി നടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു സുഹൈൽ. നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കഠിനംകുളം. മൂവാറ്റുപുഴ കല്ലൂർക്കാട് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ കയറ്റി കൊല്ലാൻ ശ്രമിച്ച കേസ് പോലീസ് പട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കല്ലൂർക്കാട് SI EM മുഹമ്മദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങി. മൂവാറ്റുപുഴ കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ വാഹന പരിശോധന നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. മൂവാറ്റുപുഴ കദളിക്കാട് ഭാഗത്ത് വാഹന പരിശോധന നടത്തവേ കല്ലൂർക്കാട് SI മുഹമ്മദിനെ തൊടുപുഴ സ്വദേശികളായ മുഹമ്മദ് ഷരീഫ്, ആസിഫ് നിസാർ എന്നിവർ ചേർന്ന് കാറിടിച്ച് വീഴ്ത്തുകയായിരുന്നു. ആക്രമണത്തിൽ SIയുടെ കാലിനും കൈക്കും പരിക്കേറ്റിരുന്നു. പ്രതികൾക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ പിടികൂടാനായില്ല. ഇതിനിടെ ഒന്നാം പ്രതി മുഹമ്മദ് ഷരീഫ് അഭിഭാഷകനൊപ്പം ബുധനാഴ്ച മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കീഴടങ്ങി. ഇയാളെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്.
വധശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് കല്ലൂർക്കാട് പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിലെ രണ്ടാം പ്രതി ആസിഫ് നിസാർ ഇപ്പോഴും ഒളിവിലാണ്. പ്രതികൾ ആക്രമിക്കാൻ ഉപയോഗിച്ച കാർ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന SI മുഹമ്മദ് വീട്ടിലേക്ക് മടങ്ങി. ഇടത്തെ കാലിന് ഒടിവും ദേഹമാസകലും പരിക്കുമുണ്ട്. 6 മാസം പരിപൂർണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. മഴക്കാലമായതോടെ മോഷ്ടാക്കൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മഴയുടെ മറവിലാണ് വീട്ടിൽ മോഷണം നടന്നത്. നെല്ലനാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അപ്പുക്കുട്ടൻ പിള്ളയുടെ വീട്ടിൽ നിന്ന് 40 പവൻ സ്വർണവും 5000 രൂപയും നഷ്ടമായി. കേസിൽ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. നെല്ലനാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അപ്പുക്കുട്ടൻ പിള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിൽ നിന്ന് 40 പവൻ സ്വർണവും 5000 രൂപയും നഷ്ടമായി. ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടമായത്. അപ്പുക്കുട്ടനും ഭാര്യയും മകനും മരുമകളും കുട്ടികളും വീട്ടിൽ ഉണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സമയം വീടിന് പുറത്ത് കാൽപെരുമാറ്റം കേട്ടതായി വീട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. വീടിന് സമീപത്ത് CCTV ക്യാമറകളില്ല. പ്രദേശത്തെ മറ്റ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വെഞ്ഞാറമൂട്. ബൈക്കിലെത്തി മാല കവരുന്ന സംഘങ്ങൾ നാട്ടിലിപ്പോൾ സജീവമാണ്. വഴി ചോദിച്ച് വീട്ടമ്മമാരുടെ അടുത്തെത്തി മാല പൊട്ടിച്ച് മുങ്ങുന്നതാണ് ഇവരുടെ രീതി. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞതാണ് ഒടുവിലത്തെ സംഭവം. കേസിൽ കാസർഗോഡ് ചെന്നടുക്കം സ്വദേശി ഇബ്രാഹിം ഖലീലിനെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി CCTV ക്യാമറ ദൃശ്യങ്ങളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ 6-ാം തീയതി വീടിന് സമീപം റോഡരികിൽ നിൽക്കുകയായിരുന്ന കാർത്തിയായനിയുടെ മാലയാണ് പ്രതി പൊട്ടിച്ച് ബൈക്കിൽ കടന്നുകളഞ്ഞത്. വിദ്യാനഗർ, മേൽപ്പറമ്പ, ഹൊസ്ദുർഗ് സ്റ്റേഷനുകളിലായി 10ഓളം മാലപൊട്ടിക്കൽ കേസുകളിൽ പ്രതിയാണ് ഇബ്രാഹിം ഖലീൽ. നിരവധി CCTV ക്യാമറ ദൃശ്യങ്ങളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് 12 ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടാനായത്. കാസർഗോഡ് ചെന്നടുക്കം സ്വദേശിയായ ഇബ്രാഹിം ഖലീലിനെ പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ യദുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബദിയടുക്കയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രമോദ് കടമ്പേരി, അബ്ദുൾ ജബ്ബാർ AG, സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ റൌഫ്, ASI നൌഫുൾ അഞ്ചിലത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI KV മനോജൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് 18 പയ്യന്നൂർ. ഇതര സംസ്ഥാനക്കാരെ ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നവരിലെ പ്രധാനിയാണ് അസം സ്വദേശി ഇനാമുൽ ഹക്ക്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഹെറോയിൻ മണ്ണിനടിയിൽ കുഴിച്ചിട്ട ശേഷം ആവശ്യക്കാർക്ക് ഡപ്പികളിലാക്കി വിതരണം ചെയ്യുകയാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം 21 ഗ്രാം ഹെറോയിനുമായി കേരളത്തിലേക്ക് യാത്ര തിരിച്ച യുവാവിനെ പെരുമ്പാവൂരിൽ വെച്ച് എക്സൈസ് പിടികൂടി.
അസം മറിഗുൺ ജില്ലക്കാരനായ 24-കാരൻ ഇനാമുൾ ഹക്കാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാൾ ഹെറോയിൻ അസമിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന ഹെറോയിൻ ചെറിയ ഡെപ്പുകളിലാക്കിയാണ് വിൽപ്പന നടത്തുന്നത്. പെരുമ്പാവൂർ ടൗണിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഒരു ഡപ്പിക്ക് 850 രൂപ നിരക്കിലാണ് വിൽപ്പന. പെരുമ്പാവൂർ പാറപ്പുറം ഭാഗത്ത് ഹെറോയിൻ മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് വേണ്ടി സ്കൂട്ടറിൽ വരുമ്പോഴാണ് എക്സൈസിന്റെ പിടിയിലാകുന്നത്. ഇതിനു മുൻപും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഹെറോയിൻ കൊണ്ടുവന്ന് പെരുമ്പാവൂർ ടൗണിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇയാൾ കേരളത്തിൽ വന്നിട്ട് 1 വർഷത്തോളമായി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഹെറോയിൻ പ്ലാസ്റ്റിക് കവറുകളിലാക്കി മണ്ണിനടിയിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ആവശ്യപ്പെടുന്നതനുസരിച്ച് ഹെറോയിൻ സ്കൂട്ടറിൽ എത്തിച്ചു കൊടുക്കും. എക്സൈസ് കമ്മീഷണറുടെ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് കെയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. നിലവിൽ പെരുമ്പാവൂർ മേഖലയിൽ അന്യ സംസ്ഥാന പേരിൽ നല്ല രീതിയിൽ പരാതിയിൽ മയക്കുമരുന്ന് കച്ചവടം വന്നിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിയിലാണ് ഇത്തരത്തിൽ കേസ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്നും ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി കേസ് കണ്ടെത്തുന്നതാണ്. ഏകദേശം ഈ പിടിച്ചെടുത്ത ഹെറോയിന് വിപണിയിൽ പിഎംമാർ വിറ്റ് വരുന്നത് ഏകദേശം 70,000 രൂപ വരെ വരുന്നതാണ്. വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. റെയ്ഡിൽ AEI ഗ്രേഡ് TV ജോൺസൺ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഗിരീഷ് കൃഷ്ണൻ, ജസ്റ്റിൻ ചർച്ചിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിവിൻ PP, മുരളീകൃഷ്ണ, എബിൻ പൗലോസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീലക്ഷ്മി വിമൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. ലഹരി സംഘങ്ങൾക്കെതിരെ എക്സൈസും പോലീസും നാട്ടിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നവരെ വിശദമായി പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ്. കണ്ണൂർ തളിപ്പറമ്പയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ MDMAയുമായി യുവാവ് പിടിയിലായി. കോഴിക്കോട് വാണിമേൽ സ്വദേശി ഹഫീസിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 60,000 രൂപ വിലമതിക്കുന്ന 39 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. കണ്ണൂർ തളിപ്പറമ്പിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 60,000 രൂപ വിലമതിക്കുന്ന 39.6 ഗ്രാം MDMAയുമായി കോഴിക്കോട് സ്വദേശി P ഹഫീസ് പിടിയിലായത്. തളിപ്പറമ്പ് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമാണ് ഇയാളെ വലയിലാക്കിയത്. ബംഗളൂരുവിൽ നിന്ന് MDMA വാങ്ങി 10,000 രൂപ പ്രതിഫലത്തിനായി തളിപ്പറമ്പിലെ സബ് ഏജന്റുമാർക്ക് വിൽപ്പന നടത്താൻ എത്തിയതാണ് ഇയാളെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. മാസങ്ങളായി ഡാൻസ് ഓഫ് ടീം ഹഫീസിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും സീനിയർ CPOമാരുമായ അനൂപ്, ഷൗക്കത്ത്, സജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയത്. തളിപ്പറമ്പ് SI ദിനേശൻ കോതേരി, പ്രൊബേഷണറി SI V രേഖ, CPO നവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ മേൽ നടപടികൾ സ്വീകരിച്ച് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കണ്ണൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വർക്കല മേഖലയിൽ 2ഇടങ്ങളിൽ നിന്നായി MDMA പിടിച്ചെടുത്തു. പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തുമ്പോട് സ്വദേശി അജിത്, അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഊന്നിൻമൂട് സ്വദേശി സായികുമാർ എന്നിവരാണ് ലഹരിമരുന്നുമായി പിടിയിലായത്. ഇടുക്കി ചതുരംഗപ്പാറയിൽ 60 ലിറ്റർ ചാരായവുമായി ഒരാൾ അറസ്റ്റിൽ. ഉടുമ്പൻചോല ചെമ്മണ്ണാർ സ്വദേശി ബാബുവിനെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടു. കാസർഗോഡ് ചെറുവത്തൂരിൽ വാഹന പരിശോധനയ്ക്കിടെ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വിതരണത്തിന് എത്തിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ് ചന്ദേര പോലീസ് പിടികൂടിയത്. കാസർഗോഡ് ഉളിയത്തടുക്ക സ്വദേശി AY സമീർ, ആരിക്കാടി സ്വദേശി B സിദ്ദിഖ് എന്നിവർ പിടിയിലായി. ഗുജറാത്തിലെ സൂറത്തിൽ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുരുക്കി 2 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ യുവതി അറസ്റ്റിൽ. സൂറത്ത് സ്വദേശി കീർത്തി പട്ടേലിനെയാണ്
10 മാസത്തോളം നീണ്ട അന്വേഷണത്തിന് ഒടുവിൽ അഹമ്മദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. എല്ലാ കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കവും ഇണക്കവും ഒക്കെ സ്വാഭാവികമാണല്ലേ. ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ടാകാം. വീട്ടിൽ കടബാധ്യത ഉണ്ടായാൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അതോടെ കുടുംബ സമാധാനം തന്നെ തകരും. വയനാട് സുൽത്താൻ ബത്തേരിയിലെ തോമസിൻ്റെയും ഭാര്യ എലിസബത്തിൻ്റെയും ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണവും സാമ്പത്തിക ബാധ്യതയാണ്. ഇതേ തുടർന്നുള്ള തർക്കത്തിനിടെ തോമസ് ഭാര്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചു. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭാര്യയെ കൊലപ്പെടുത്തിയ കാര്യം തുറന്നു പറഞ്ഞതോടെയാണ് പ്രതിയെ നൂൽപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകാം. അതിൻ്റെ പേരിൽ പങ്കാളിയെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ വിഷമത്തിലും വീഴ്ചകളിലും ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റപ്പെടുത്തുമ്പോൾ ചിലർ വിഷാദ രോഗികളായി മാറാം. വീട്ടിൽ കൊലപാതകം വരെ സംഭവിക്കാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.